ഇപ്പോൾ എനിക്ക് പ്രായം 80 വയസ്സിനോട് അടുക്കുന്നു. ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ അവസാന ദിനങ്ങളോട് അടുക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അത്ര നല്ലതല്ലാത്ത ഒരു ജീവിതമാണ് നയിച്ചതെന്ന് തിരിച്ചറിയുന്നു. എൻ്റെ പ്രായത്തിലുള്ള മിക്ക ചെറുപ്പക്കാരും രണ്ടാമതൊന്നും ആലോചിക്കാതെ തിന്മയുടെ പാത പിന്തുടരുന്നത് ഞാൻ കണ്ടു. മറ്റൊന്നും നോക്കാതെ ഞാനും അതുതന്നെ ചെയ്തു. എനിക്ക് ചുറ്റും വിശ്വസ്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുമായ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ കാര്യമാക്കിയില്ല. തെറ്റായ ജീവിതത്തിലേക്ക് എന്നെ തള്ളിവിട്ട ഏതോ അദൃശ്യ പ്രേരണയാൽ ഞാൻ അന്ധനായിരുന്നു. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാനൊരു കുറ്റകൃത്യം ചെയ്തു. അതിൻ്റെ ഓർമ്മ ഇന്നും എന്നെ ഭയപ്പെടുത്തുന്നു. ഇന്ന് വിശുദ്ധയായി തീർന്ന ആ പെൺകുട്ടി എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ച മാലാഖയായിരുന്നു. അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ കൊലപാതകിക്ക് വേണ്ടി അവൾ മാധ്യസ്ഥം വഹിച്ചു. ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഞാൻ പ്രായപൂർത്തിയാകാത്ത ആളായിരുന്നുവെങ്കിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുമായിരുന്നു. എന്നിരുന്നാലും എനിക്ക് അർഹമായ ഒന്നായി ഞാൻ ശിക്ഷ സ്വീകരിച്ചു. ഞാൻ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തു. 30 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കപ്പുച്ചിൻ സഹോദരന്മാർ എന്നെ അവർക്കിടയിൽ സ്വീകരിച്ചു. കഴിഞ്ഞ 24 വർഷമായി ഞാൻ അവരോടൊപ്പം താമസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്യാനും എൻ്റെ കാവൽ മാലാഖയായ മരിയയോടും അവളുടെ പ്രിയപ്പെട്ട അമ്മയോടും അടുത്തിരിക്കാനും ദൈവത്തിൻ്റെ ദർശനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ദിവസത്തിലേക്ക് ഞാനിപ്പോൾ ശാന്തമായി നോക്കുന്നു. ഈ കത്ത് വായിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനും തിന്മ ഒഴിവാക്കാനുമുള്ള ഉൾപ്രേരണ ലഭിക്കട്ടെ. കത്തോലിക്ക സഭയെയും അതിൻ്റെ പ്രമാണങ്ങളെയും വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ലെന്ന് കൊച്ചുകുട്ടികളെ പോലെ എല്ലാവരും വിശ്വസിക്കട്ടെ. സമാധാനവും നന്മയും നേർന്നുകൊണ്ട് അലസാൻഡ്രോ സെറനെല്ലി. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ഓർമ്മയാചരിക്കുന്ന ദിനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് മരിയയുടെ ഘാതകനായ അലസാണ്ടർ എഴുതിയ ഈ കത്ത്.